വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കർത്താവാകുന്ന പാറമേൽ പണിത ഭവനത്തെക്കുറിച്ച്. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, കാരണം അത് പാറമേൽ. കർത്താവാകുന്ന ക്രിസ്തുവിന്മേൽ പണിതുയർത്തപ്പെട്ട ജീവിതങ്ങളെ എങ്ങനെയാണ്, ഏത് തിന്മയ്ക്കാണ് തകർത്ത് കളയാൻ പറ്റണേ? ഏതൊരു തിന്മയുടെ ശീലങ്ങൾക്കാണ് അതിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ പറ്റുന്നത്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് പഠിച്ചെടുത്ത ശീലങ്ങളുമായി കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മലമുകളിൽ ഉയർത്തി വെച്ചിരിക്കുന്ന ദീപം കണക്കി ചില മനുഷ്യരുടെ ജീവിതങ്ങൾ, അത് ഉറപ്പായിട്ടും അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ നേരത്ത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു മൈൽ കൂടുതൽ നടക്കാനായിട്ടുള്ളൊരു അനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതേത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഒപ്പം ഇരിക്കുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു മൈൽ അപ്പുറത്തേക്ക് നടക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം പരസ്പരം. സാധാരണക്കാര് ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല, നേരെ മറിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ മനുഷ്യർ ജീവിക്കുന്നത് കണക്ക് ജീവിക്കാൻ.